ഹലോ ഫ്രണ്ട്സ്, അച്ചി കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ബൗളിൽ 5 മുട്ട പൊട്ടിച്ചൊഴിക്കണേ. നല്ലതുപോലെ എന്നിട്ടത് കലക്കിയെടുക്കണം. അത് കലങ്ങുന്നത് നല്ല പതഞ്ഞിരിക്കണേ, നല്ലതുപോലെ. അതിലേക്ക് 1 സ്പൂൺ മുളക് ചതച്ചത്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സബോള ചെറുതാക്കി കൊത്തി അരിഞ്ഞത്, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. എന്നിട്ടത് ഒരു ബൗളിൽ എണ്ണ തടകിയിട്ട്, ഒരു സ്റ്റീൽ പാത്രത്തിൽ എണ്ണ തടകിയിട്ട് നമ്മൾ ആ കലക്കി വെച്ചത് ഒഴിച്ച് വെക്കണേ. ഒരു പാത്രത്തിൽ ആവി കയറ്റാനായിട്ട് ഇടിയപ്പ പാത്രം പോലുള്ള പാത്രത്തിനകത്ത് ആവി കയറ്റാൻ വെക്കണേ. കുറച്ച് വെള്ളം ഒഴിച്ച് അത് തിളയ്ക്കാൻ വെക്കണം. അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കണം. എന്നിട്ട് അത് പീസാക്കി മുറിച്ചെടുക്കണേ. ചെറിയ ചെറിയ പീസാക്കി വേണം മുറിച്ചെടുക്കാൻ. വേറൊരു ബൗളിൽ 1 മുട്ട പൊട്ടിച്ചെടുത്ത് അതിൽ 1/4 സ്പൂൺ മുളക് ചതച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി നല്ലപോലെ ഇളക്കി ചേർത്ത് അവിടെ വയ്ക്കണേ. വേറൊരു ബൗളിൽ ബ്രെഡ് പൊടിച്ച് വെക്കണേ. എന്നിട്ട് ഒരു ബൗളിൽ കുറച്ച് മൈദാമാവും കൂടി എടുത്ത് വെക്കണം. നമ്മൾ കേക്ക് മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്ത് ആദ്യം മൈദാമാവിൽ മുക്കണേ. എന്നിട്ടത് മുട്ടയ്ക്കകത്ത് മുക്കണം. മുട്ട കലക്കി വെച്ചിരിക്കുന്നതിനകത്ത് മുക്കണം. എന്നിട്ട് ബ്രെഡ് പൊടിച്ചതിനകത്തും കൂടെ മുക്കി എല്ലാം ശരിയാക്കി വെക്കണേ. എന്നിട്ട് എണ്ണ ചെറു തീയിലാക്കി വെക്കണം. എണ്ണ തിളച്ച് കഴിഞ്ഞിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ മുക്കി വെച്ചിരിക്കുന്നതെല്ലാം കൂടെ പെറുക്കി ഇടണം. അങ്ങനെ എണ്ണയിലേക്ക് ഇടണേ എല്ലാം. എന്നിട്ട് അതൊരു ബ്രൗൺ കളറാകുന്നിടം വരെ വയ്ക്കണം. അങ്ങനെ നമ്മുടെ പീസ് കേക്ക് റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് ചെറിയൊരു കളറാകുന്നിടം വരെ എണ്ണയ്ക്കകത്ത് ഇടണം കേട്ടോ. എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.